ಮರಿಕಡ ಸಂದರ್ಭದಲ್ಲಿ ಮುಮ್ತಾಜ್ ഷാജഹാന്റെ ചൊന്നതെന്തരെ ಆ ಫೋನನ್ನು ಡೋಮರೆ ರಹಸ್ಯ ಎಂದರೆ മധ്യപ്രദേശത്തിൽ മരിച്ചെങ്കത്തെ മുംതാസ് ഈ ആഗ്രഹത്തിൽ താജ്മഹലിന്റെ കീഴിൽ അടക്കുകയുള്ള കാരണം എന്തരെ കട്ട എന്തുക പേനായിട്ടാണ് കെട്ടിയത്. അതേപോലെ താജ്മഹൽ നിർമ്മിക്കുന്ന സന്ദർഭത്തിൽ 1000 തോലോ കിണങ്ങ എടുത്തത് എന്തുക പേനായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ചെന്ന ഈ രഹസ്യ ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾ ചർച്ചയാക്കാം. ഹലോ ഫ്രണ്ട്സ്, സുസൈൻ മീഡിയത്തെ പുതിയൊരു ബ്ലോഗൊക്കെ എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് താജ്മഹലിലായിട്ടേക്കടെ ഷാജഹാന്റെ ഏറ്റവും പ്രിയപ്പെട്ട പെണ്ണായ മുംതാസ് മഹൽ മരണക്കിടക്കയിൽ വെച്ചിട്ട് ഷാജഹാന്റെ ചൊല്ലുടെ ആഗ്രഹമായിട്ട് ഇന്ന് ഞങ്ങൾ ബാക്കി വെച്ചത്. അങ്ങനെ ആ ഒരു ചരിത്ര ഭാഗത്തേക്ക് റിട്ടേൺ പോയി. അപ്പോൾ 1631 ജൂൺ 16 മുംതാസ്ക്ക് അവർ നൊമ്പല പറയുകയും അങ്ങനെ അപ്പോൾ കിടവരെ പെറുകബേനായിട്ടാണ് പോണ്ടത്. അങ്ങനെ 1631 ജൂൺ പോണയിലേക്ക് ജാവ് 2 ഗಂಟೆಗೆ ഒരു പെണ്ണ് കിടാവ് ജന്മ കൊടുക്കറാൾ. ആ കിടയുടെ പേരാണ് ഗൗഹറ ബേഗം. ഷാജഹാനുക്കും അതേപോലെ മുംതാസുകായിട്ട് ടോട്ടലായിട്ട് 14 മക്കളാണ് ഉണ്ടായത്. അതിൽ 7 മക്കൾ ചെറിയ വയസ്സിൽ എന്തായാലും മരിച്ചിട്ട് പോയിടാറ്. അതിൽ ബാക്കി ഒഴിഞ്ഞത് 7 മക്കൾ മാത്രമാണ്. അതിൽ 4 ആൺമക്കയും 3 പെൺമക്കളാണ് ബാക്കി ഒഴിഞ്ഞത്. അതിൽ 4 ആൺമക്കളുടെ പേരാണ് ദാരാ ഷിക്കോ, ഷാഷുജ, ഔറംഗസീബ്, മുറാദ് ബക്ഷ്. അതേപോലെ 3 പെൺമക്കളാണ്. ആ 3 മക്കളുടെ പേരാണ് ജഹനാര ബേഗം, റോഷ്ന ബേഗം, ഗൗഹറ ബേഗം. ഈ ഗൗഹറ ബേഗംറെ പെരുടെ സന്ദർഭത്തിലാണ് പെത്തിൽ പിന്നാണ് ബ്ലീഡിങ് ജാസ്തിയായിട്ട് ആറ് മരിക്കരുത് മുംതാസ് മരിക്കരുത്. അങ്ങനെ ആ മരണക്കിടക്കയിൽ കിടക്കുന്ന സന്ദർഭത്തിലാണ് ഇന്നേതാനും ബാക്കി ഒലില്ല നാ മരിച്ചു പോണ്ടേ എന്നുള്ള ആ ഒരു മൈൻഡിൽ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് മുംതാസ് എന്താക്കുക ഷാജഹാന്റെ വിളിച്ചിട്ട് തൻ്റെ ആശയങ്ങൾ ചൊല്ലത്. ആ ആശയം എന്തല്ലാണ്ട് നമുക്ക് നോക്കാം. അതായത് ഫസ്റ്റായിട്ട് മുംതാസ് ചൊല്ലുടെ ആശയം എന്താ ചൊന്നെങ്കിൽ ഇനി നിങ്ങൾ എന്താവും തീരാ വേറെ ഒരു പെണ്ണിടെ നിങ്ങൾ എന്താവും തീരാ മങ്ങിലാവുക തീരാം. കാരണം എന്തൊരു ചൊന്നേണ്ട കണ്ടെങ്കിൽ ഇനി നിങ്ങൾ വേറെ പെണ്ണിടെ മങ്ങിലായിട്ട് കണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കല നൻ്റെ മക്കളെ മേൽ ನೀವು ಗಮನಿಕಲ್ಲ, നൻ്റെ മക്കളെ നിങ്ങൾ നോക്കല. അതുകൊണ്ട് നൻ്റെ മക്കളെ നിങ്ങൾ എന്താക്കണം നല്ല രീതിയിൽ നോക്കണം. അതുകൊണ്ട് നിങ്ങൾ എന്താക്കണ്ട നെക്സ്റ്റ് ഒരു മങ്ങില ആവണ്ട. ಅದಕ್ಕೆ ആറ് ഞങ്ങൾ ഷാജഹാൻ ഒപ്പറ. അങ്ങനെ രണ്ടാമതായിട്ടുള്ളൊരു ആഗ്രഹമാണ് ചൊല്ലിയത് ഇനി നൻ്റെ ഞങ്ങളൊരു പിരിസത്തുക്ക് പേനായിട്ടുള്ള ഒരു സ്മാരക ലോകത്തിൽ ഇതുവരെ ഒരാളും കാണാത്ത ഒരു പിരിസത്തെ ഒരു ഗോപുര ഇല്ല മഹാസ്മാരക നീ എന്താക്കണം നക്ക് പേനായിട്ട് കിട്ടണം. ഈ ഒരു ആഗ്രഹം ചൊന്നിട്ടു എന്നേക്കുമായിട്ട് ഷാജഹാന്റെ പൊട്ടിട്ട് മുംതാസ് മരണപ്പെട്ട് പോണ്ടാല്. അങ്ങനെ ഈ ഒരു ബേജാറിലാണ് പിന്നീട് ഷാജഹാൻ ഇക്കടത്. എന്നാൽ മുംതാസിനെ ആ ഒരു സന്ദർഭത്തിൽ ഈ കാണ്ടെ ഒരു ജാഗയിൽ വെച്ചിട്ടാണ് മുംതാസ് എന്തായത് മരണപ്പെട്ടത്. എന്നിട്ട് ഈ കാണ്ടെ ഖബറിൽ വെച്ചിട്ടാണ് ഇല്ലെങ്കിൽ ഈ ഒരു പ്ലേസിൽ വെച്ചിട്ടാണ് ഫസ്റ്റ് ആയിട്ട് എന്താക്കിയത് മുംതാസിനെ അടക്കരുത്. ഇത് ബുർഹാൻപൂരിലുള്ള സൈനബാബാദ് ചൊല്ല ഒരു ഗാർഡൻ ആയിട്ട് ഈ ഗാർഡനിലുള്ളതാണ് ആര് എന്താക്കരുത് മുംതാസിനെ ഫസ്റ്റ് ആയിട്ട് അടക്കരുത്. പിന്നീട് ഷാജഹാന്റെ അവസ്ഥ ചൊന്നെങ്കിൽ ഷാജഹാൻ നേരെ റൂമുകളിലേക്ക് പോയിട്ട് 7 നാളത്തോളം എന്തായിട്ടില്ല റൂമിടെ പുറത്ത് വന്നിട്ടില്ലാണ്ടാണ് അത്രക്കും ദുഃഖാചരണമാക്കിയിട്ട് ഒരാളാണ് ഷാജഹാൻ. മാത്രമല്ല ആ ഒരു റൂമിടെ പുറത്ത് ബണ്ട സന്ദർഭത്തിൽ താടിയും തരടെ മുടിയും അല്ല നല്ലോണം ബെൽത്തിട്ടാണ് ചരിത്രകാരന്മാരാണ് എന്താക്കുന്നത് ചൊല്ലാറ്. പിന്നീട് ഷാജഹാൻ എന്താക്കിയില്ല മുണ്ട തെച്ചില്ല. അതായത് എൻ്റെ പിരിസത്തെ പെഞ്ഞായി ചൊന്ന് ആ ഒരു ആഗ്രഹത്തെ നിറവേറ്റുകയായിട്ടുള്ള തീരുമാനത്തിലാണ് പിന്നീട് ആരിക്കടുത്ത് ഷാജഹാൻ ഇക്കടുത്ത്. അങ്ങനെ ഷാജഹാൻ ആദ്യമായിട്ട് കണക്ക് കൂട്ടിയത് ഒന്നാണ് എവിടെയാണ് നക്കി ഈ ഒരു ജാഗ കിട്ടുന്നത് ചൊല്ലുതാണ്. അതായത് ഈ ഒരു സ്മാരക പണിയാനുണ്ടെങ്കിൽ ഒരു ജാഗ വേണം, എവിടെയാണ് ഈ ജാഗ അങ്ങനെ തീരുമാനിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്ന സന്ദർഭത്തിലാണ് ഷാജഹാൻ നിരിക്കരുത്. അതായത് ആഗ്ര ഫോർട്ടിൽ വെച്ച് നോക്കുമ്പോൾ നക്കെപ്പോഴും എൻ്റെ ആരെ കാണുന്നുണ്ട് പെഞ്ഞായിരെ കാണണോ അങ്ങനത്തെ ഉള്ള ഒരു പ്ലേസ് വേണം. അങ്ങനെയാണ് ഇപ്പൊ താജ്മഹലുള്ള ഈ ഒരു ജാഗ എടുക്കരുത്. ഇത് ജയ്പൂർ രാജാവായിട്ട് ഇന്ന് രാജ ജയസിംഗ് ജാഗയായിട്ട് ഇന്ന്. അങ്ങനെ ആ രാജ ജയസിംഗ് ആഗ്രയിലുള്ള ഒരു 4 ബേരമെ കോട്ട കൊടുത്തിട്ട് ഈ ഒരു ജാഗ എന്താക്കരുത് സ്വന്തമാക്കിയിട്ട് എടുക്കരുത്.
6 തിങ്കൾ കഴിഞ്ഞിട്ട്, അത് ഏകദേശം ഡിസംബർ തിങ്കളിൽ ആ നുപ്പടെ നിങ്ങൾ നോക്കില്ലേ ബുർഹാൻപൂർ മയ്യത്ത് അടക്കിയിട്ടിരുന്ന ഒരു ജാഗ ചൊന്നല്ലേ മുംതാസിനെ ഫസ്റ്റ് കേട്ട് അടിക്കിയ ജാഗയല്ലേ, അവിടെ നിന്നിട്ട് ഒരു ബംഗാറ് പെട്ടിയിലാക്കിയിട്ട് ലക്ഷത്തോളം ആൾക്കാരും കൂട്ടിയിട്ട് ഒരു മെരവണികയാക്കിയിട്ടാണ് എന്താക്കണത് മുംതാസിനെ ആ ഒരു മയ്യത്ത് ഇല്ലെങ്കിൽ ആ ഒരു പാർത്ഥിവ ശരീര വിലാപയാത്ര ആയിട്ട് യോടക ബണ്ടേ താജ്മഹൽക്ക് ബണ്ടേ. താജ്മഹൽ ആ ഇപ്പം എടുത്ത് ആ ജാഗയ്ക്ക് വന്നിട്ട് നാണ് നിങ്ങളുടെ ഒരു ജാഗ കാട്ടിയിട്ടിരുന്നത് ഒരു കട്ട എന്തുകാണ് കെട്ടിയതെന്നാണ് നിങ്ങൾ ചൊന്തിന്നല്ലേ. ഈ കട്ടര ഉൾഗാണ് എന്താക്കിയത് രണ്ടാമതായിട്ട് മുംതാസിനെ അടിക്കിയത്. അപ്പോൾ ഈ ഒരു കട്ട ഉള്ളത് എന്തുകൊണ്ട് കൊണ്ടായില്ലേ, കെട്ടിയത് എന്തുകൊണ്ടായില്ലേ, ഇവിടാണ് മുംതാസിനെ രണ്ടാമതായിട്ട് അടിക്ക് ചൊല്ലിയ പ്ലേസ്. അപ്പോൾ ഇതിലൊരു പിന്നെ പ്രത്യേകത, ഈ ഒരു കട്ടയോടെ ചൊന്നെങ്കിൽ താജ്മഹൽ ഈ കണ്ടില്ലേ, താജ്മഹൽ നേരെ ഈ സൈഡിലാണ് നമുക്ക് എന്താ പറയുക ഈ ഒരു എന്ത് കണ്ട് ഈ ഒരു കട്ടയെ നമുക്ക് കാണാൻ സാധ്യത. അപ്പം നെക്സ്റ്റ് ടൈം താജ്മഹൽ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ജാഗയിൽ നിങ്ങൾ എന്താക്കറും ശ്രദ്ധിക്കറും. അങ്ങനെ ഷാജഹാൻ്റെ മനസ്സിൽ ഒരു ആശയുണ്ട്, അതായത് നൻ്റെ ഈ പെഞ്ഞായി നൻ്റെ പ്രാണസ്നേഹിത പറഞ്ഞിടെങ്കിൽ ഈ ഒരു ജാഗ ഒരിക്കലും പിന്നൊരു ആൾക്ക് ഇതൊരു ഖബറ് ചൊല്ല ഒരു നെനപ്പ് ബറുത്തീരാം, മരണത്തെ ഒരു നെനപ്പ് ബറുത്തീരാം, നൻ്റെ പെഞ്ഞായി ഉറങ്ങോ കിടന്നെങ്കിത്തെ ഒരു കൊട്ടാര, അത് മാത്രമായിട്ട് എന്ത് ഷാജഹാൻ്റെ മനസ്സിലിന്നത്. ആ ഷാജഹാൻ പേരിച്ച അതേ രൂപ ആക്കി കൊടുത്ത ആളാണ്, അതായത് ഈ താജ്മഹൽ എന്ന മഹാനിർമ്മിതിയുടെ ആർക്കിടെക്റ്റും എഞ്ചിനീയറും ആയ ഉസ്താദ് അഹമ്മദ് ലാഹോരി. ഇനി ഈ താജ്മഹൽ കെട്ടുകളിൽ റെഫറൻസ് എടുത്തത് എങ്ങനെയുണ്ടല്ലേ, അതായത് ഡൽഹിയിലുള്ള ഹുമയൂൺ ടോംസിലെ ഈ ഒരു രൂപത്തിലാണ് ഇത് റെഫറാക്കിയിട്ടാണ് താജ്മഹൽ എന്താക്കിയത് കെട്ടുകൾ ശുരുവാക്കിയത്. ഇനി ഇതിലെ ഫൗണ്ടേഷനാണ് ഏറ്റവും അത്ഭുതകരമായിട്ട് നമുക്ക് നോക്കുകയുള്ളൂ. ഇനി ആ ഒരു ഭാഗം ഞങ്ങൾ നോക്കുക പോയി നിങ്ങൾ ചിന്തിച്ചിടാറ ഇല്ല ഗൊന്തില്ല, നിങ്ങൾ ഗൊന്തുള്ളത് പോലെ യമുന നദിയുടെ ഇല്ല യമുന പോലെയുടെ സൈഡിലാണ് ഈ താജ്മഹൽ ചൊല്ലതുള്ളേ. ഇപ്പം ഇത്ര വർഷമായിട്ടും അതൊക്കെ യാതൊരു ബുദ്ധിമുട്ട് യാതൊരു പ്രോബ്ലം ഇല്ലാണ്ട് ഇത്ര ഗട്ടിയോടെ ഇത്ര സൗന്ദര്യത്തോടെ നിൽക്കുകയുള്ളൂ. കാരണം അതിൻ്റെ മെയിൻ ഫൗണ്ടേഷനാണ്. നിങ്ങൾ പേരിക്കൊരു തണ്ണീര് സൈഡിൽ എങ്ങനെ ഇത്ര ഗട്ടിയായിട്ട് നീണ്ടെത്തിച്ചുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതൊക്കെ ഈ ഉസ്താദ് അഹമ്മദ് ലാഹോറി എടുത്ത ഏറ്റവും വലിയൊരു ഐഡിയ ആണ് എന്ത് ചൊന്നിട്ടെങ്കിൽ കെന എടുക്കുക ചൊല്ലത്. അതായത് ഇതൊക്കെ 1000 കെന എടുത്തിട്ടും അതല്ല 100 കെന ആണ് എടുത്തതെന്ന് ചൊല്ലുന്നു ചരിത്രത്തിൽ അഭിപ്രായമുണ്ടോ. ഏതായാലും ഈ കെന എടുത്തത് എന്ത് ചൊന്നിട്ട് കണ്ട് 7 കെന എടുത്ത് ചൊന്നെങ്കിൽ ഈ മണ്ണെല്ലാം എടുത്തിട്ട് അടിയിൽ ബണ്ട കല്ല് കിട്ടറോടത്തോളം എന്താക്കിയത് കെന എടുത്താറ്. അങ്ങനെ 100 ഇല്ലെങ്കിൽ 1000 കെന എടുത്തിട്ട് ഇനി ഈ കെന എടുത്തിട്ട് അതാണ് പുറത്ത് ചൊന്ന കെന എന്തുകാണ് എടുത്തത് ചൊന്നെങ്കിൽ ഈ കെന എടുത്തിട്ട് ഇതിലുള്ളിലത്ത് എബോനി മരമുണ്ട്. ഈ കണ്ടതാണ് എബോനി മരം, അതുപോലെ ഇത് എബോനി മരത്തെ പീസ്. ഈ എബോനി മരത്തെ പ്രത്യേകത എന്തൊരു ചൊന്നേണ്ട് കണ്ടെങ്കിൽ ഇതിക്ക് എത്ര തന്നി എത്തറോ അത്രത്തോളം ഇതെന്തോ സ്ട്രോങ് ആയിട്ട് നിൽക്കറ്. അങ്ങനെ ആ എബോനി മരത്തെ പീസ് എന്താക്കി ഈ ഓരോ കെനത്തെ ഉൾഗ വെച്ചിട്ട് അതിൽ ഉൾഗത്തേക്ക് മണ്ണ് കല്ല് 100 ചക്കര ഇതെല്ലാം ഇട്ടിട്ട് എന്താക്കിയാറ് ഈ കെനത്തെ നിറച്ചാറ്. അങ്ങനെയാണ് ഈ ഒരു താജ്മഹൽ ഇത്രക്കും സ്ട്രോങ് ആയിട്ട് നിൽക്കുകയില്ല. കാരണം ഇതൊക്കെ എത്രത്തോളം തന്നി കെനത്തെ അടിക്ക് പോകണ്ട അത്രത്തോളം ഈ താജ്മഹൽ എന്നോട് സ്ട്രോങ് ആയിട്ട് നിൽക്കറ്. എങ്ങാനും ഈ യമുന നദിയിൽ തന്നി കുറഞ്ഞിട്ട് കണ്ടെങ്കിൽ താജ്മഹലിന് എഫക്റ്റ് ഉണ്ട്. അങ്ങനെ ഈ ഒരു കെന നിർമ്മിച്ചാൽ പിന്നെ ഈ കെന എല്ലാത്തെ കണക്ട് ആക്കുക ബേനായിട്ട് എന്താക്കിയത് ഇതിന് മേലെ ഒരു ബ്രിഡ്ജ് കെട്ടിയത്. ഏകദേശം ആ ബ്രിഡ്ജിൻ്റെ മീറ്റർ ചൊല്ലത് ഒരു 6 മീറ്റർ തോളം വലിയാണ് ആ ബ്രിഡ്ജ് ഉള്ളത്. എന്നിട്ട് ആ ബ്രിഡ്ജിന് മേൽക്ക് ഞങ്ങൾ കണ്ട ഇപ്പോൾ ഒരു പ്ലാറ്റ്ഫോം ഇല്ല, ഈ പോലത്തെ ഒരു പ്ലാറ്റ്ഫോമാണ് അതിന് മേൽക്ക് കെട്ടിയത്. എന്നിട്ട് ഈ പ്ലാറ്റ്ഫോമിന്റെ മേലാണ് ഞങ്ങൾക്ക് കണ്ട താജ്മഹലിന്റെ ഈ ഒരു ഫൗണ്ടേഷൻ പോലത്തെ ഒരു രൂപ കണ്ടില്ല ഈ കണ്ടത്. ഈ ഫൗണ്ടേഷൻ പോലത്തതാണ് ഇതിന് മേൽക്കാണ് എന്താക്കിയത് താജ്മഹൽ കെട്ടകും തുടങ്ങിയത്. വൈറ്റ് മാർബിളിൽ ഈ ഒരു പോർഷൻ കാണില്ല ഫൗണ്ടേഷൻ പോലത്തെ ഈ ഒരു പോർഷൻ ഇത് ഏകദേശം 7 മീറ്റർ ഉദ്ദാണ് ഉള്ളത്. ഇനി ഇതുക്കുള്ള ഈ വൈറ്റ് മാർബിൾ എവിടെ നിന്ന് എടുത്ത വന്നേച്ചുള്ളതാണ്. ഇത് രാജസ്ഥാനിലുള്ള മക്രാന ചുള്ള ജാഗയിൽ നിന്നിട്ടാണ് എടുത്തു വന്നത്. ഇത് ഏകദേശം രാജസ്ഥാനിലൂടെ 400 കിലോമീറ്റർ ദൂരമുണ്ട്. ഇത് എടുത്തു പറകുവാനായിട്ട് ഉണ്ടാക്കിയ വ്യവസ്ഥയാണ് 1000 ആന അതേപോലെ
പൈരഗാഡി അതേപോലെ കുതിരഗാഡി ഇത് ഉപയോഗിച്ചിട്ട് എന്താക്കിയതാണ് അവിടെ നിന്നത് രാജസ്ഥാനിൽ നിന്ന് ആഗ്രയിലേക്ക് കൊണ്ടുവന്നതാണ്. ഈ കൊണ്ടുവരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ കാട്ടിയിരുന്ന ഒരു റാംബോ പോലത്തെ ഒരു റോഡും. അപ്പോൾ ഇത് എന്തൊക്കെ ആക്കിര ചൊന്നേണ്ട് കണ്ടെങ്കിൽ ഈ എടുത്ത ബണ്ട് മാർബിൾ നല്ല രീതിയിൽ എടുത്ത പുറകുബേനായിട്ട്, അതായത് ആനക്ക് കുതിരക്ക് സ്റ്റെപ്പ് കറക്റ്റ് കിട്ടുകബേനായിട്ട് ഈ രൂപത്തിലാണ് എന്താക്കിയത് റാമ്പാക്കി കൊടുത്തത്. ഇതേ രൂപമാണ് പിന്നീട് എന്താക്കിയത് താജ്മഹൽ കെട്ടുമ്പം. അപ്പോൾ നമ്മൾ ഇതിക്കും താജ്മഹൽ കെട്ടുമ്പോൾ എങ്ങനെയാണ് ഇതിന് മേലുകെല്ലാം എന്താക്കിയത് മാർബിൾ എത്തുവാട്ടി കൊടുത്തത്. ഇതും ഇതേപോലത്തെ റാമ്പ് ഉപയോഗിച്ചിട്ടാണ് മേലുക എന്താക്കിയത് മാർബിൾ എത്തുവാട്ടി കൊടുത്തത്. അങ്ങനെ എന്തായിട്ട് താജ്മഹലിലെ ആ ഒരു സ്വറ തുടങ്ങിത്തും. ഏകദേശം 20,000 ആൾക്കാരാണ് ഈ താജ്മഹലിലെ സ്വറത്ത് എന്താക്കിയത് ആൾക്കാർ വന്നത്. ഇനി ആ താജ്മഹലിലെ വിശിഷ്ട ഇല്ലെങ്കിൽ ആ താജ്മഹൽ ഒരു സൗന്ദര്യ കാട്ടുന്ന ഒരു കാര്യമായിട്ട് ക്രിയത് കുബ്ബ, ആ ഒരു ഡോം, ആ താജ്മഹലിലെ മൈൻ ഡോം, അത് ഉണ്ടാക്കിയത് ഇസ്മായിൽ അഫന്തി തുർക്കിര ആളാണ് ഈ ഒരു ഡോം ഉണ്ടാക്കിയത്. ഈ ഡോമിന് പ്രത്യേകത എന്തൊരു ചൊന്നുണ്ട് കണ്ടെങ്കിൽ ആ ഡോമിലുള്ള എത്രയുണ്ട് 2 ഡോമാണ് ഉള്ളത്, ഒരു ഡോമും ഇല്ലല്ല. അതായത് ഞങ്ങൾ ഉൾഗത്തിൽ കാണണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഡോമുണ്ട്, അതിൻ്റെ പുറത്തേക്ക് പിന്നെ ഒരു വലിയ ഡോമാണ് ഉള്ളത്. ഞാൻ കാട്ടുற ഈ ഒരു രൂപത്തിലാണ് എന്തായിട്ടുള്ളത് ഡോമ് ഉള്ളത്. അപ്പോൾ ഈ ഒരു കുബ്ബത്തെ ഉൾഗ 2 കുബ്ബാണ് ഉള്ളത്. ഇനി ഇതിലെ മിനാരത്തെ ഭാഗം ഞങ്ങൾ നോക്കറേണ്ട കണ്ടെങ്കിൽ 4 മിനാറാണ് ഉള്ളത്. ഇതും നേരത്തെ ചൊന്നതുപോലെ ഇസ്മായിൽ അഫന്തി തുർക്കിയാണ് ഈ ഒരു മിനാരം കെട്ടിയത്. ഈ മിനാറുടെ പ്രത്യേകത ഗൊന്തുള്ളത് പോലെ 4 മിനാരം 4 ചെറിഞ്ഞിട്ടാണ് ഉള്ളത്. അതായത് താജ്മഹലിലെ പുറത്തുക്ക് ഉള്ളത് പോലെയാണ് ഉള്ളത്. അതായത് ഇതൊക്കെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ബന്ധമുണ്ട് കണ്ടെങ്കിൽ എന്താവും തീര താജ്മഹലിന്റെ മേലേക്ക് ഈ ഒരു മിനാര ഭൂലോക തീര ചൊന്നിട്ടാണ് അങ്ങനെ കെട്ടിയത്. ഈ മിനാരത്തെ മീറ്റർ ചൊല്ലത് 40 മീറ്റർ ആണ് ഈ ഒരു മിനാര ഉള്ളത്. ഇത് ഞങ്ങൾ കണ്ടതുപോലെയാണ് നല്ലോണം നല്ല തോറവും നല്ല ഹൈറ്റുമാണ് ഈ ഒരു മിനാര ഞങ്ങൾക്ക് എന്താ അവിടെ കാണുക സാധ്യമാവുള്ളൂ. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് മിനാരത്തെ ഒരു രൂപ ചൊല്ലിയത്. ഇനി ഈ താജ്മഹലിന്റെ ഏറ്റവും ആകർഷണമാക്കിയ പിന്നൊരു കാര്യമായിട്ട് ഇതിലെ അറബിക് കാലിഗ്രാഫി. ഈ കാലിഗ്രാഫി ആക്കിയ ആളാണ് അമാനത്ത് ഖാൻ ഷിറാസി, ഇറാന്റെ ആളാണ് ഇയാൾ. അപ്പോൾ ഇതിന് പിന്നൊരു പ്രത്യേകത ചൊന്നെങ്കിൽ ഈ കാലിഗ്രാഫിയിലെ ഇയാളുടെ പേരെന്തായിട്ടുണ്ട് എഴുതിയിട്ട് ഉള്ളതാണ് ഇതൊരു പിന്നൊരു പ്രത്യേകത ചൊല്ലത്. ഇനി ഈ കാലിഗ്രാഫി എങ്ങനെ ആക്കിയ ചൊന്നേണ്ട കണ്ടെങ്കിൽ വൈറ്റ് മാർബിളില് ആയത്ത് രൂപത്തിൽ എന്താക്കിയ ഒരു ഹോൾസ്, അതായത് ഒരു ഹോൾസ് എടുത്തിട്ട് അതിന് മേലേക്ക് ബ്ലാക്ക് മാർബിളിലെ കട്ടാക്കിയിട്ടാണ് എന്താക്കിയത് ഈ ഹോൾസുകൾക്ക് വെച്ചത്. ഈ രൂപത്തിലാണ് ആക്കിയിട്ട് വെച്ചത്. അപ്പോൾ ഇങ്ങനെയാണ് എന്താക്കിയത് ഈ കാലിഗ്രാഫി ആക്കിയത്. അതുമാത്രമല്ല ഈ കാലിഗ്രാഫിയുടെ പിന്നൊരു വിശിഷ്ട എന്തൊരു ചൊന്നുണ്ടെങ്കിൽ ഇതൊരു ഇല്യൂഷനാണ്. അതായത് കീഴിലും മേലും നമുക്ക് കാണുമ്പോൾ ഒരേ രൂപത്തിലാണ് ഈ ഒരു കാലിഗ്രാഫി നമുക്ക് കണ്ടത്. ബട്ട് ഇതിലെ വിശിഷ്ട എന്തൊരു ചൊന്നെങ്കിൽ മേൽഭാഗത്തിൽ, അതായത് ഈ ഒരു കാലിഗ്രാഫിയെ മേലെ ഭാഗത്തിൽ പോർഷൻ എന്താണ് ബെല്ലിയാക്കിയിട്ടാണ് എഴുതിയത്. കീല് ചെറിയാക്കിയിട്ടും മേല് ബെല്ലിയാക്കിയിട്ടും. കാരണം എന്തൊരു ചൊന്നുണ്ട് കണ്ടെങ്കിൽ നിന്ന് ഈ ഒരു കാലിഗ്രാഫിയിൽ നോക്കിയെങ്കിൽ ഇത് ഒരേപോലെ എഴുതിയതുപോലെ ഇക്കോണം ആ രൂപത്തിലാണ് ഈ ഒരു കാലിഗ്രാഫി എന്താക്കിയത് എഴുതിയത്. ഇനി താജ്മഹലിന്റെ പിന്നൊരു വിശിഷ്ടമാണ് ഇതിലുള്ള ആർട്ട് വർക്ക്. ഇത് ആക്കിയത് ഇന്ത്യക്കാരനായ ചിരഞ്ജി ലാൽ ചുളുടെ ആളായിട്ട് ഇതിലൊരു ആർട്ട് വർക്ക് ആക്കിയത്. അതായത് പൂവും ബാക്കിയുള്ള ഡിസൈനും എല്ലാം ആക്കിയതും മൂപ്പറാണ്. അപ്പോൾ ഇതൊക്കെയുള്ള ബേനായ ഈ ആർട്ട് വർക്ക് ആക്കുക ബേനായിട്ട് എടുത്ത വന്ന കല്ലങ്ങ, അതായത് മുത്തു, മാണിക്യ, അതേപോലെ വൈഡൂര്യ, യശം, നീലക്കല്ല്, പവിഴ, ഇങ്ങനെയുള്ള ഓരോന്നും ഓരോരോ രാജ്യത്താണ് ഇല്ലെങ്കിൽ ഓരോരോ ദേശത്താണ് എന്താക്കിയത് എടുത്തുകൊണ്ട് വന്നത്. ഇതും ആക്കിയവർ രൂപ ചൊന്ന് നേരത്തെ ഞാൻ ചൊന്നില്ല, അതായത് കാലിഗ്രാഫി ആക്കുമ്പോൾ ഉണ്ടാക്കിയ അതേ രൂപത്തിലാണ് പൂര രൂപത്തിലുള്ള ഒരു ആർട്ട് യന്ത്രത്തിൽ വൈറ്റ് മാർബിളിലാക്കിയിട്ട് അതിൽ ഉൾഗത്ത് ഈ പവിഴത്തെ ഇല്ലെങ്കിൽ ഈ ഒരു മുത്തുരത്നത്തെ ആക്കിയിട്ട് വെച്ചതാണ്. ഇതുക്കുള്ള പേരാണ് പെയ്ട്രൈ ദുരാജ് എന്നാണ് ഈ ആക്കളുടെ ഒരു പ്രക്രിയയുടെ പേര്. അങ്ങനെ ഈ താജ്മഹലിന്റെ പരിപൂർണമായ ആ മഹത്തരമായ നിർമ്മാണം പൂർത്തിയായിട്ടു. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് എന്താക്കിയത് മുംതാസിനെ നേരത്തെ ഞാൻ കാട്ടിയത് അജണ്ടാമത്തെ ജാഗല്ല അവിടെ എടുത്തിട്ട് ഈ താജ്മഹലിലെ കീഴിൽ എന്താക്കരുത് അടക്കരുത്. ഞങ്ങിപ്പോൾ താജ്മഹലിലേക്ക് പോയെങ്കിൽ ഒരു കബറ് കാണും, പക്ഷെ നേരിട്ട് അത് എന്തല്ല കബറല്ല, അതിന് നേരെ കീഴിൽ ഈ ഒരു ഭാഗത്തിലൂടെ കൂടി പോയെങ്കിൽ ആ മെയിനായിട്ടുള്ള ഞങ്ങൾ കബർ എന്താവും പോണത് അവിടെ. ഇതാണ് ആ റിയൽ ആയിട്ടുള്ള കബർ. അപ്പോൾ ഇത് എല്ലാ നാളും ഓപ്പൺ ഇല്ല, അത് തങ്ങൾ ആ മരണത്തെ ആണ്ടര നാളിൽ മാത്രമാണ് ഇത് ഓപ്പൺ ആക്കിയിട്ട് സിയാറത്ത് പോലുള്ള പെർമിഷൻ ഉള്ളത്.
ഇനി ഈ ഒരു താജ്മഹലിൻ്റെ ഉൾക്കത്ത് പോകേണ്ടതുണ്ടെങ്കിൽ പള്ളിയുടെ ഈ സൈഡിലായിട്ട് ഞങ്ങൾക്ക് എന്നുള്ള 200 ടിക്കറ്റ് എടുത്തിട്ട് എന്താക്കുക താജ്മഹലിൽ ഈ ഒരു ജാക്കി ഞങ്ങൾക്ക് പോവാം. ഇനി താജ്മഹലിൻ്റെ പിന്നൊരു വിശിഷ്ടമാണ് താജ്മഹലിൻ്റെ ഇടത്തെ സൈഡും വലത്തെ സൈഡുള്ള ഒരു രണ്ട് കെട്ടിടമാണ്. അതിൽ ഒന്നാണ് പള്ളി. ഈ പള്ളിയെ നിർമ്മിച്ചത് എന്തൊക്കെ പേരെന്ന് വെച്ചെങ്കിൽ ഇതൊക്കെ പണ്ട് ഇവിടെ സന്ദർശിക്കപ്പെട്ട ആൾക്കാരുകൾ നിസ്കരിക്കുക പോകാനായിട്ടാണ്. അണ്ടത്തെ നാളിൽ VIP ആൾക്കാർക്ക് നിസ്കരിക്കുക, അണ്ടത്തെ രാജാക്കന്മാർക്ക് നിസ്കരിക്കുകയാണ് കെട്ടിയതാണ് ഈ ഒരു പള്ളി. ഇത് താജ്മഹലിൻ്റെ ഇടത്തെ സൈഡിലാണ് ഉള്ളത്. ഇതിലൊരു പ്രത്യേകത ചൊല്ലത് റെഡ് സ്റ്റോൺ കൊണ്ടിട്ടാണ് ഈ ഒരു പള്ളി കെട്ടിയത്. ഇതൊക്കെ ഈ ഒരു സ്റ്റോൺ എടുത്തത് ഇല്ലെങ്കിൽ റെഡ് സ്റ്റോൺ എടുത്തത് ഫത്തേപുരിയിൽ നിന്നിട്ടാണ് ഈ ഒരു കല്ല് എടുത്തത്. അതായത് ആഗ്രയിലുള്ളെങ്കത്തെ, അതായത് മുന്നൂർ അക്ബർ ചക്രവർത്തിയുടെ ഒരു ക്യാപിറ്റലായിട്ട് ഇന്ന് ഫത്തേപുരിയിൽ നിന്നിട്ടാണ് ഈ ഒരു കല്ലെടുത്ത് വന്നിട്ട് ഈ ഒരു പള്ളി എന്താക്കിയത് നിർമ്മിച്ചത്. ഇത് ഇങ്ങനത്തെ ഇതേ കല്ല് കൊണ്ടാണ് അപ്പുറത്തുള്ള ഭാഗവും ബിൽഡിങ്ങും കെട്ടിയത്. ഇതൊരു പ്രത്യേകത എന്താ വെച്ചെങ്കിൽ താജ്മഹൽ വൈറ്റ് ആണെങ്കിൽ ഇതൊരു റെഡ് ആയതുകൊണ്ട് കാണുക നല്ലൊരു ഭംഗി ഞങ്ങൾക്ക് ഇതിൽ കിട്ടും. അതേപോലെ ഇത് പള്ളിക്ക് വേണ്ട ഉള്ളോടൊക്കെ ഉള്ള ഒരു ഹൗലാണ്. അപ്പോൾ ഇത്രയും നല്ല ഭംഗിയായിട്ടാണ് ഈ ഒരു പള്ളി എന്താക്കിയത് കെട്ടിയത്. പിന്നെ അതേപോലെ ഈ ഒരു പള്ളിയിൽ ഇപ്പം നിലവിൽ എന്തില്ല, നിസ്കാര ചൊല്ലത് ഇല്ല. അതായത് ഈ പൊതുവെ താജ്മഹൽ ചൊല്ലത് വെള്ളിയാഴ്ച രണ്ടാണ് ക്ലോസ് ആണ്. അപ്പോൾ വെള്ളിയാഴ്ച ആറും എന്തോ എവിടെ പറയുക താജ്മഹൽ വന്നിട്ട് ഒരു ഉപകാരവും ഇല്ല. അപ്പോൾ ഇപ്പോൾ നിലവിൽ എന്തില്ല, ഈ പള്ളിയിൽ നിസ്കാരം ഇല്ല. മുന്നുള്ള താജ്മഹലിൽ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നെങ്കും വെള്ളിയാഴ്ച രണ്ട് ഒരു നിസ്കരിക്കും ഇത് ഓപ്പൺ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് താജ്മഹലിൽ ഈ ഒരു പ്രത്യേകത ചൊല്ലത്. പിന്നെ ഈ ഒരു ഇപ്പം താജ്മഹൽ ഈ ഒരു പള്ളിയുടെ ഉണ്ടാക്കില്ല, പൊതുവായിട്ട് അത്ര ക്ലീൻ ആക്കിയിട്ട് വെച്ചതൊന്നും കാണില്ല. പക്ഷേ ഇതിലുള്ള വർക്കാണെങ്കിൽ ഇത്, അതായത് ഇതിലുള്ള കൊത്തുപണിയാണെങ്കിൽ നമുക്ക് നല്ലവണ്ണം മനോഹരമായിട്ട് നമുക്ക് കാണാൻ സാധ്യതയുണ്ട്. അത്രക്കും നല്ല രീതിയിൽ ചന്തത്തിൽ അടിപൊളിയായിട്ടാണ് ഈ ഒരു കൊത്തുപണി ഇതിലൂടെ എന്താക്കിയത് ആക്കിയിട്ട് വെച്ചത്. അതേപോലെ ഇതിലേക്ക് ഇപ്പോൾ എൻട്രിയും ഇല്ല, അതായത് ഈ പള്ളിയുടെ ഉള്ളിൽ പോകണമെങ്കിൽ ഫുള്ള് ക്ലോസ് ആക്കിയിട്ടാണ് വെച്ചത്. ഈ ഒരു ജാഗയിൽ നിന്നിട്ട് നല്ലോണം ഫോട്ടോ എടുക്കുകയും നല്ല വിഷ്വൽ നമുക്ക് എന്താ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു പള്ളി ചൊല്ലത് ഏകദേശം 5 വർഷമാണ് പിടിച്ചിട്ടാണ് ഈ ഒരു പള്ളി എന്താക്കിയത് കെട്ടിയത്. അതായത് താജ്മഹൽ കെട്ടറ് അതേ സന്ദർഭത്തിലും എന്താക്കിയത് ഈ ഒരു പള്ളി എന്താക്കിയത് കെട്ടിയത് ചൊല്ലതാണ്. പക്ഷെ ഇപ്പോൾ മെയിൻ്റനൻസ് വർക്ക് അത്ര കുറവടിയാണ് ഈ ഒരു പള്ളിയുടെ കാണുമ്പോൾ നമുക്ക് സാധ്യമാണ്. അതുപോലെ ഒരുപാട് എന്താ പറയുക പ്രാവ് പാരിപോലത്തെ ഒരുപാട് കാസ്റ്റം നമുക്ക് എന്തോ ഈ ഒരു പള്ളിയുടെ ഉൾഘടന ഇപ്പോൾ കാണുക സാധ്യത. ഇപ്പോൾ അതല്ലാണ്ട് ഇത് ക്ലോസ് ആയതുകൊണ്ടും മനുഷ്യന്മാർ മാറി എന്താക്കില്ല പോകണില്ല. പുറത്തിലേ നിന്നിട്ട് ഈ ഒരു താജ്മഹലിൽ ഈ ഒരു പള്ളിയുടെ വിഷയം നോക്കിയിട്ട് വരാം എന്നുള്ളതാണ്. മെഹ്മാൻ ഖാൻ ഇല്ലെങ്കിൽ ജവാബ് ഖാൻ, ഈ രണ്ട് പേരും എന്തുകൊണ്ട് ഈ ഒരു കെട്ടിടത്ത് കൊണ്ടു. ഇത് താജ്മഹലിൽ വലത്തെ സൈഡിലാണ് ഉള്ളത്. എന്താണ് ഈ ഒരു മെഹ്മാൻ ഖാൻ കെട്ടിയത് എന്നുള്ളതല്ലേ. ഒന്നാമതായിട്ട് ചൊല്ലേണ്ട കണ്ടെങ്കിൽ പള്ളി കെട്ടിയതുക്ക് ഒരു വിപരീതമായിട്ട് ഒരു ജവാബായിട്ടാണ് ഈ ഒരു കെട്ടിയത്. അതേപോലെ പിന്നൊരു വിഷയം എന്ന് വെച്ചാൽ ഇതൊരു ഗസ്റ്റ് ഹൗസാണ്. അതായത് ഷാജഹാൻ ഇക്കറെ സന്ദർഭത്തിൽ ഇതൊരു ഗസ്റ്റ് ഹൗസ് ആയിട്ടാണ് കെട്ടിയത്. ഗസ്റ്റ് ഹൗസ് എന്തൊക്കെ ചൊന്നെങ്കിൽ അതായത് മുംതാസ് മറിച്ചാൽ പിന്നെ ഓരോ വർഷം അതായത് ആണ്ട് നേർച്ച പോലെ നേർച്ച ആക്കല് ആ നേർച്ചത്ത് വന്ന ആൾക്കാർ ഗസ്റ്റ് രാജാക്കന്മാർക്ക് ദച്ചിട്ടാക്കി വരുന്നതും ഓതി ചെയ്യുന്നതും ഈ ഒരു പ്ലേസിൽ വെച്ചിട്ടാണ് ആൾക്കുള്ള ഏർപ്പെടെ കൊടുത്തു വരുന്നത് ഈ ഒരു പ്ലേസിനാണ്. അങ്ങനെയാണ് ഇതൊക്കെ മെഹ്മാൻഖാൻ ഗസ്റ്റ് ഹൗസ് ഉള്ളത്. അതേപോലെ പിന്നൊരു പ്രത്യേകത എന്ന് വെച്ചെങ്കിൽ ഈ ഒരു ജാഗയിൽ വെച്ചിട്ടാണ് ഷാജഹാൻ ഈ ഒരു താജ്മഹൽ കെട്ടുന്ന സന്ദർഭത്തിൽ വന്ന് തെച്ചു വരുന്നതും ചർച്ചയാക്കി വരുന്നതും അതേപോലെ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നതല്ല ഈ ഒരു ജാഗയിൽ വെച്ചിട്ടാണ്. അത് കാരണം ഇതൊക്കെ എന്തുള്ള ഗസ്റ്റ് ഹൗസും ചൊല്ലും. ഈ ഒരു ജാഗയിൽ നിന്നിട്ട് താജ്മഹൽ വിഷ്വൽ നല്ലതായിട്ട് നമുക്ക് കാണുക സാധ്യതയുണ്ട്. അതേപോലെ ഈ ഒരു ജാഗയിൽ വെച്ചിട്ട് വീഡിയോ ഷൂട്ടിംഗ് ആക്കണമെങ്കിലും നല്ലൊരു നമുക്ക് വ്യൂ ആയിട്ട് കിട്ടും. അതേപോലെ ഇതാണ് ഇതിലുള്ള ഉൾഗത്തൊരു കാഴ്ച ഈ ഒരു രൂപത്തിലാണ്. ഇപ്പം ഞാൻ ചൊല്ലുന്ന പോലെ നേരത്തെ എത്ര ഒരു മെയിൻ്റനൻസ് ഈ ഒരു ജാഗ ആക്കിക്കൊണ്ടില്ല. അപ്പോൾ ഇതിലെ ഒരു അതായത് യമുന നദിയുടെ ആ സൈഡിലായിട്ട് കണ്ടെങ്കിൽ ഈ മെഹ്മാൻ ഖാൻ്റെ ഒരു വിഷ്വലാണ്. ഏതായാലും ഈ ഒരു ജാഗ നോക്കുക നല്ല അടിപൊളിയായിട്ട് ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുമോ എന്നുള്ളതാണ്. നല്ല ഭംഗിയായിട്ടാണ് ഈ മുഗൾ സാമ്രാജ്യത്താക്കി ഏതൊരു കെട്ടിടം നോക്കാണ്ട് കണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഭംഗിയായിട്ട് ഇത് കാണുക സാധ്യതയുള്ളൂ. അത്രക്കും ചന്തമായിട്ടാണ് ഉള്ളത്. അതേപോലെ ഇത് നിർമ്മിച്ചത് റെഡ് സ്റ്റോൺ ആണ്. നേരത്തെ ചൊന്ന പോലെ പള്ളി നിർമ്മിക്കട്ടെ അതേ റെഡ് സ്റ്റോൺ കൊണ്ടാണ് ഫത്തേപുരി സിക്രിൽ നിന്നിട്ട് എടുത്താൽ തന്നെ അതേ റെഡ് സ്റ്റോൺ കൊണ്ടിട്ടാണ് ഈ ഒരു മെഹ്മാൻ ഖാൻ എന്താക്കിയത് കെട്ടിയത്. കണ്ടല്ലേ, ഇതാണ് ഈ മെഹ്മാൻ ഖാൻ, അതായത് ഗസ്റ്റ് ഹൗസ്. അണ്ടത്തെ കാലത്താണ് ഗസ്റ്റ് ഹൗസ്. ഇനി ഈ ഒരു താജ്മഹൽ നിർമ്മിക്കുവാനായിട്ടത് അണ്ടത്തെ കാലഘട്ടത്തിൽ വന്ന ചെലവ് ചൊല്ലത് 3.2 കോടിയാണ്. ഏകദേശം ഇണ്ടത്തെ കാലഘട്ടത്തിൽ കണക്ക് കൂട്ടണമെങ്കിൽ 7,000 കോടി രൂപ പിടിച്ചിട്ട് 8,000 കോടി തോളാണ് ഇതുക്കുള്ള വന്ന ചെലവ് ചൊല്ലത്. ഇനി ഈ ഒരു താജ്മഹൽ നിർമ്മിക്കുവാനായിട്ട് ഏകദേശം
ಇರಿಯೋ ಆಯಿರത്തോളം ആൾക്കാരാണ് സ്വർഗത്തേക്ക് വന്നത്. ഞങ്ങൾ പൊതുവായിട്ട് ഓരോ കഥ കേട്ടിട്ടിക്കുക, അതായത് താജ്മഹൽ നിർമ്മിച്ച ആൾക്കാരെ കൈ കൊത്തിയിട്ട് എടുത്തിട്ടുണ്ടും അതേപോലെ ഉസ്താദ് ലാഹോറിയുടെ കൈ കൊത്തിയിട്ട് എടുത്തിട്ടുണ്ടും ഉള്ളൊരു ചരിത്രം ഞങ്ങൾ കേട്ടിട്ടിക്കുക. അത് നേരായിട്ട് ഒരു കള്ളക്കഥയാണ്, അങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പിന്നെയാണ് റെഡ് ഫോർട്ടും അതേപോലെ ഡൽഹി ജുമാ മസ്ജിദും കെട്ടിയതും അതിലെ എഞ്ചിനീയറും ഉസ്താദ് ലാഹോറിയാണ്. അപ്പോൾ ഈ ലാഹോറിയുടെ കൈ കട്ടാക്കിയിട്ടെന്നും പിന്നെ അങ്ങനത്തെ ഒരു നിർമ്മിതി കെട്ടൊക്കെ സാധ്യയില്ലല്ലോ. അതേപോലെ ഈ കെട്ടിയ 20,000 ആൾക്കാർക്ക് ഏത് താജ്മഹൽ കെട്ടുമ്പോൾ ഇന്ന് 20,000-ഓളം ആൾക്കാർക്ക് ഇതേ താജ്മഹലിലെ ആഗ്രയിലുള്ള ഒരു ജാഗയിൽ എന്താക്കിയാൽ ഇങ്ങുള്ള ദീക്കുള്ള വ്യവസ്ഥയിൽ അങ്കവ കെട്ടിയിട്ടുള്ള ഒരു വ്യവസ്ഥ ആരാക്കി കൊടുത്തര? ഷാജഹാൻ ആക്കിയിട്ട് കൊടുത്തര. ആ ജാഗയുള്ള പേരാണ് എന്തിരെ? മുംതാസാബാദ്. അത് ഇപ്പോൾ ഉള്ള പേരാണ്. അണ്ട് ഇന്ന പേര് താജ് ഗഞ്ചിട്ടാണ് അണ്ട് ഇതൊക്കെ പേര്. അതേപോലെ പിന്നെ ഒരു പ്രത്യേകത ഉള്ളതാണ്, അണ്ടത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ റൊട്ടി തിണ്ടോ ഇന്നത് കൊണ്ടോ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഫുഡിങ് ആക്കി കൊടുക്കണം ചുന്താണ് അണ്ടത്തെ കാലത്തിൽ ഷാജഹാൻ എനിക്ക് എന്താക്കിയത്? ആഗ്ര പേട ആക്കി കൊടുത്തത്. അത് കുംബ്ലിങ്ങിൽ നിന്നുള്ള ആഗ്ര പേട ആക്കിയിട്ട് കൊടുത്തത്. ഇതിവിടെ ഉള്ളൊരു താജ് മ്യൂസിയമാണ്. ഇതിനുള്ളിൽ ഞങ്ങൾക്ക് എന്താ ഒലിമ കണ്ടിൽ പിന്നെ പോയിട്ട് ഞങ്ങൾക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ഈ ഒരു ബന്ധമുണ്ട് കണ്ടെങ്കിൽ ഒലിമകണ്ടിൽ പിന്നെ ഈ ഒരു മ്യൂസിയമും നോക്കി പറയാം. അതേപോലെ ഇതിൽ താജ്മഹൽ ഗേറ്റ് സൈഡിലുമേ ഞങ്ങൾക്ക് ഒരുപാട് ഫോട്ടോയും കാര്യവും ചെറിയൊരു മ്യൂസിയം ഉണ്ടല്ലോ. അണ്ട് കാലഘട്ടത്തിൽ ഉണ്ടാക്കിയെങ്കിൽ ഫോട്ടോയും കാര്യവും എല്ലാം നോക്കണമെങ്കിൽ ചെറിയൊരു കാര്യം ഞങ്ങൾക്ക് എന്താ അവിടെ നോക്കുക സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയാണ് താജ്മഹലിനെ കുറിച്ച് ഞങ്ങൾക്ക് ചൊല്ലുകയില്ലത്. ഇനി ഞങ്ങൾക്ക് പിന്നെ ഒരു വിഷയം എന്താ വെച്ചെങ്കിൽ കഴിഞ്ഞ വീഡിയോയിലും അതേപോലെ ഈ വീഡിയോയിലും ഞാൻ പ്രത്യേകിച്ച് വന്നിട്ട് ഇന്ന് പോണുന്നു ഡോമറെ രഹസ്യ ഇന്ദ്രൻ ഞങ്ങൾ അതാണ് ഇപ്പോൾ തേടിയിട്ടുള്ളത്. ഈ പോണുന്നു ഡോമറെ രഹസ്യ ചൊല്ലത്, അതായത് അതിൽ പോണുന്നു ഡോമല്ല ഉള്ളത്. ഏകദേശം എത്ര ഉണ്ടോ? 22 ഡോമാണ് ഉള്ളത്. അതായത് ഫ്രണ്ടിൽ പോണെന്നും അതിൽ ബാക്കിൽ പോകണം, അങ്ങനെ പോണെന്നു 22 ഡോമാണ് അവിടെ ഉള്ളത്. എന്താണ് ഈ ഡോമറെ പ്രത്യേകത ചൊന്തയില്ല? ഈ ഓരോരോ ഡോമും ഈ താജ്മഹൽ കെട്ടിയ ആ ഒരു വിശിഷ്ട, അതായത് ഓരോ വർഷത്തും ഓരോരോ ഡോം ചൊന്നു പോലെ ഈ താജ്മഹൽ കെട്ടും ഏകദേശം 22 വർഷമാണ് പിടിച്ചത്. അപ്പോൾ ഈ ഡോം നോക്കിയെങ്കിൽ ഞങ്ങൾക്കും തോന്നും എത്ര വർഷം കൊണ്ടിട്ടാണ് ഈ ഒരു താജ്മഹൽ കെട്ടിയത് ചൊന്തു. അപ്പോൾ ടോട്ടൽ 22 വർഷം കൊണ്ടാണ് താജ്മഹൽ കെട്ടിയത്. അതൊക്കെ മെയിനായിട്ട് ആ ഒരു ഡോമും ഉള്ളത്. ഈ താജ്മഹൽ നിർമ്മിച്ച വർഷമുള്ളത് 1631 പിടിച്ചിട്ട് 1653 അങ്ങനെ 22 വർഷം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ വിചാരിക്കണം. ഈ വീഡിയോയിൽ നിങ്ങൾക്കൊന്നായ പുതിയ അറിവ് എന്തൊരു ചുമട്ട് എന്താക്കറും നിങ്ങൾ ഇതിൽ കമൻറ്റ് ആക്കറും. അതേപോലെ പണ്ട് വീഡിയോയിൽ ആഗ്ര ഫോർട്ടും അതേപോലെ ഷാജഹാൻ്റെ റൂമും അതേപോലെ ഷാജഹാൻ്റെ ഔറംഗസീബ് ഇട്ടെങ്കിൽ ആ ഒരു ജയിലും നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കണം. അപ്പോൾ പണ്ട് വീഡിയോ കണ്ടു കൊടുത്തോളും. എല്ലാവർക്കും ബൈ.